ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു പ്രോപ്പർ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതുപോലെ സൗണ്ട് ആയിരുന്നു. നട്ടുച്ച സമയമാണത്. എൻ്റെ കഴിഞ്ഞ വീക്കിലെ ഷോർട്സ് കണ്ടവർക്ക് അറിയാം, അമ്മ കഴിഞ്ഞ മൺഡേയാണ് നാട്ടിലെത്തിയത്. ചേച്ചിയുടെ അടുത്തായിരുന്നു. ഇന്നാണ് പിന്നെ അമ്മയ്ക്ക് പിന്നെ അപ്ലൈ ചെയ്തിട്ട് വിസ കിട്ടിയത്. തിരിച്ച് പിന്നെയും പോകാനായിട്ട് അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഷോപ്പിംഗ് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഹാഫ് ഡേ എടുത്ത് നേരെ ഇറങ്ങാണ് ചെയ്തത്. ഭയങ്കര വെയിലായിരുന്നു പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. ഞാൻ നേരെ സ്റ്റുഡിയോ പോയി. കാരണം ചേച്ചിക്ക് ഒരു കുർത്തി നോക്കണമായിരുന്നു. അവൾക്ക് വിഷുവിനും അതുപോലെ ചോറൂണിനും സമയത്ത് ഇടാനായിട്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് വേണമായിരുന്നു ഇങ്ങനെ എടുക്കാൻ. ഇടയ്ക്ക് ഉണ്ണിയുടെ അപ്രൂവൽ കിട്ടണം, അങ്ങനെ കുറേയൊക്കെ. പിന്നെ അങ്ങ് സ്റ്റുഡിയോയിൽ കുറേ നോക്കി ഒന്നും കിട്ടിയില്ല. പിന്നെ ചേട്ടനൊരു ഷർട്ട് എടുത്തിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങാണ് ചെയ്തത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ നേരെ ഓർത്തത് ലുലുവിൽ പോകാം, ചേച്ചിക്കുള്ള ഡ്രസ്സ് എടുക്കാം. പിന്നെ അവിടെ നിന്ന് ഉണ്ണിക്കും ഒരു ക്യൂട്ട് ഡ്രസ്സ് നോക്കാനായിരുന്നു. പിന്നെ നടന്ന് പോകുന്ന വഴിയാണ് കണ്ടത് സിറ്റി സിൽക്സ്. നമ്മുടെ അവിടെ നിന്ന് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്തായാലും കാണുമല്ലോ. അപ്പോൾ ഉണ്ണിക്ക് ഒരു തോൾമുണ്ട് കിട്ടി. പിന്നെ ഒരു ക്യൂട്ടായിട്ട് ഞാനും വിഷുവിന് ഒരു കോടി കൊടുക്കണ്ടേ, അതുകൊണ്ട് വിഷു കോടി ഞാനിങ്ങനെ നോക്കി അതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. അങ്ങനെ സിറ്റി സിൽക്സിൽ നിന്ന് പിന്നെ ഇറങ്ങി. അവിടെ ഭയങ്കര വിലയാണ്. പിന്നെ നമ്മൾ നേരെ ലുലുവിലേക്ക് പോയി ചേച്ചിക്ക് ആ ഒരു കുർത്തി നോക്കാനായിട്ട്. വേറെ അതിനിടയിലും ഒന്ന് രണ്ട് കടയിലൊക്കെ കയറി ഓൾറെഡി ഒരു ഉടുപ്പെടുത്തു. ഉടുപ്പ് അവർക്ക് 3 പേർക്ക് മാച്ചിങ് ആയിട്ട് ഒരു ഗ്രീനിഷ് കളർ നോക്കിയിട്ട് അങ്ങനെ ഒരു ഉടുപ്പെടുത്തതാണ്. പിന്നെ നേരെ ലുലുവിൽ പോയി. ഓൾറെഡി എനിക്ക് ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ ലുലുവിൽ എസിയിൽ കയറുമ്പോൾ സമാധാനം കിട്ടും. പിന്നെ അവൾക്ക് എന്തായാലും എത്തിനിക്ക് വേറെ അവിടെ നിന്ന് കിട്ടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വേറെ ആർക്കും ഡ്രസ്സ് എടുക്കാൻ ഈസിയാണ്, പക്ഷേ എൻ്റെ ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഏറ്റവും പാട്. കാരണം അവൾക്ക് കുറേ ഒന്നും ഇഷ്ടപ്പെടില്ല. വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ലാസ്റ്റ് അവളെ വിളിച്ച് അവൾക്ക് എടുക്കാൻ പറ്റണ്ടേ, കാരണം ഉണ്ണി അവിടെ വാശി, അവൾ എടുക്കണില്ല. അവസാനം ഒരെണ്ണം സെലക്ട് ചെയ്ത് നമ്മളായിരിക്കണം ഒരു ബ്രൗൺ ആണ് എടുത്തത്. നേരെ പിന്നെ അവിടുന്ന് ഫാഷൻ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി. അവിടെ അത്യാവശ്യം ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ ഫാഷൻ സ്റ്റോറിൽ, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ ഞാൻ നേരെ പോയത് ഫുഡ് കോർട്ടിക്കാണ്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ നടന്നു. കാരണം കൂനന്തൈ തൊട്ട് എടപ്പള്ളി വരെ ഞാൻ നടക്കലായിരുന്നു. അതിനിടയിലുള്ള എല്ലാ തുണിക്കടകളിലും കയറി നോക്കി. പിന്നെ അമ്മയ്ക്ക് പ്രിന്റ് ഔട്ട് എടുക്കണമായിരുന്നു. ലൈക്ക് ടിക്കറ്റും വിസ അങ്ങനെ കുറേയൊക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ ബെൽജിയൻ ഫ്രൈസിൽ കയറിയിട്ട് ഒരു ബർഗർ മീൽ ഓർഡർ ചെയ്ത് അങ്ങനെയായിരുന്നു. സമാധാനത്തോടെ ബർഗറും നോക്കി. 39 ടോക്കൺ നമ്പറെങ്കിലും അവിടെ പ്രത്യേകിച്ച് ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു പ്രയോറിറ്റി ആയിട്ട് അവർക്ക് ഉണ്ടായിരുന്നത്. എപ്പോൾ ഫുഡ് കോർട്ടിൽ പോയാലും ഞാൻ ഈ ഒരു ഷോപ്പ് എപ്പോഴും നോക്കും. കാരണം അവിടെ നിന്ന് എനിക്ക് വാങ്ങണം, ബർഗർ മീൽ വാങ്ങണം. കാരണം അവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ബർഗർ ഉള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും, ടേസ്റ്റി ആയിരിക്കുമോ അങ്ങനെ അറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്ന് അങ്ങനെ അത് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു സോളോ ഡേറ്റ് എന്ന് നമുക്ക് വിളിക്കാം. കാരണം ഞാൻ എല്ലാം ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. ലൈക്ക് കൂടുതലും ഫാമിലിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കുക അങ്ങനെയൊക്കെ. കമ്മിങ് ടു ദ പോയിന്റ്, എൻ്റെ എക്സ്പെക്ടേഷൻസിനേക്കാളും അത് തോൽപ്പിച്ച് കളഞ്ഞു. ലൈക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ഭയങ്കര യമ്മി ആയിരുന്നു. ഫ്രൈസ് ആണെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ടോട്ടൽ ഇത് വന്നത് മീലിന് കറക്റ്റ് 228 ആണ്. പിന്നെ ചീസ് ആഡ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു 260 ആയി. എന്നാലും 260ക്ക് ഇത്രയും വർത്ത് ആയിട്ടുള്ളൊരു സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ലുലുവിൽ വന്നിട്ട് ബെൽജിയൻ ഫ്രൈസിൽ പോയവരും പോകാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഭയങ്കര നല്ലതാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മെസ്സേജ് വന്ന് നോക്കി. ഞങ്ങൾ ഇറങ്ങാണ് നീ എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ വേഗം എൻ്റെ കഴിക്കൽ ഭയങ്കര സ്പീഡാക്കി നേരെ ഞാൻ താഴെ ഇറങ്ങിയിട്ട് ലുലു തന്നെ കണക്റ്റിംഗ് ഉണ്ടല്ലോ, മെട്രോ കയറി അങ്ങനെ പോകാനുള്ള പ്ലാനായിരുന്നു ആലുവ വരെ. പിന്നെ ആലുവയിൽ നിന്ന് മറ്റേ മെട്രോ ബസ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ബസ് ഓടുന്നുണ്ട് ഇപ്പോൾ ആലുവയിൽ നിന്ന് എയർപോർട്ടിലേക്ക്. ഭയങ്കര ഈസി ആക്കി. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അത് ഭയങ്കര ഈസിയാണ്. അങ്ങനെ നേരെ മെട്രോ കയറി ആലുവെത്തി ഞാനിങ്ങനെ അന്വേഷിക്കായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ KSRTC പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ബസ് അങ്ങനെ പുറത്ത് കിടക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും തെറ്റിയൊന്നും പോയില്ല. ഞാൻ കറക്റ്റ് എക്സിറ്റ് കറക്റ്റായിട്ട് തന്നെ ഇറങ്ങി. അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ബസ്സും കണ്ട് ഞാൻ ഓടി വന്ന് കയറി. സീറ്റ് കിട്ടാണ്ടിരുന്നാലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ അവിടെ കയറി ടിക്കറ്റ് ഒക്കെ എടുത്തു. അപ്പോൾ എനിക്ക് ഡൗട്ട്, ഇനി റിസർവേഷൻ വല്ലതും ഉണ്ടോ എന്ന്. കണ്ടക്ടർ കാരണം ഒരു ഷീറ്റൊക്കെ പിടിച്ച് പേരൊക്കെ വന്ന് ഇങ്ങനെ ടിക്കൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അല്ല, നമ്മുടെ പേര് എഴുതിയെടുത്തതാണ്. കറക്റ്റ് 80 റുപ്പീസേ ആയിട്ടുള്ളൂ. ഭയങ്കര ലാഭമായിട്ടും തോന്നി അവിടേക്ക്. അത് ശരിക്കും ഞാൻ പറയാം നല്ലോണം വർത്തായിട്ട് ഫീൽ ചെയ്തു. കയറി ഇരുന്നപ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു. കാരണം AC ഉണ്ടായിരുന്നു. പിന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൊത്തം ലൈറ്റ്സും ബ്ലൂ ലൈറ്റ്സ് ആക്കി. അത് നല്ലൊരു വൈബായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ AC എനിക്ക് ഒട്ടും പറ്റാണ്ടായി. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നത്തെ എൻ്റെ ടെൻഷൻ, ഇവർ കറക്റ്റ് അവിടെ തന്നെ ഇറക്കോ. ഇനി അവിടെ എൻട്രൻസിൽ ഇറങ്ങി നമ്മളിങ്ങനെ കുറേ നടക്കേണ്ട വരില്ല. എന്തായാലും ടെർമിനലിലേക്കൊക്കെ. ഏതാ ടെർമിനലിന് അങ്ങനെ ചോദിച്ചു. എൻ്റെ മതം എനിക്ക് പറഞ്ഞിരുന്നില്ല. ലാസ്റ്റ് അത് ചോദിച്ചു അവസാനം കിട്ടി. ദൈവം സഹായിച്ച് ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല, എവിടെയും കിട്ടിയിട്ടില്ല. ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ബസ് പോയി. ലൈക്ക് 6:35 ബസ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക 6:55 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടെർമിനൽ 3 അവരുടെ ഡിപ്പാർച്ചർ. അപ്പോൾ അങ്ങോട്ട് എത്തി. ഞാൻ പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ലൈക്ക് മേലെയാണ് നോർമലി നമ്മളായാലും എല്ലാവരും കൊണ്ടാക്കാൻ വരുമ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ പോകും. അപ്പോൾ അവിടെ ലിഫ്റ്റ് കണ്ടു. അപ്പോൾ ഞാൻ ലിഫ്റ്റ് കയറി. ഭയങ്കര എക്സ്പ്ലോറിംഗ് ആയിരുന്നു ഞാൻ. ലൈക്ക് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റും ഒന്ന് ലൈക്ക് പേടിയും ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഓക്കെ ആയിരുന്നു. ലൈക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അവർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്താനായിട്ട്. ബട്ട് അവരുടെ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ എത്തി. പിന്നെ അവർ വിളിച്ച് പറഞ്ഞു എത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ രണ്ടുപേരും നാത്തൂൻസ് ആണല്ലോ. രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കുറ്റം പറയായിരിക്കും, അല്ലാണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചുകൊണ്ട് സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ അവർ യാത്ര ചെയ്യിക്കലായിരുന്നു. അമ്മ ചെറുതായിരുന്നു കരഞ്ഞു. അപ്പോൾ ഞാൻ അമ്മേനെ ഇത് ബൂസ്റ്റ് ചെയ്യിപ്പിച്ചു. ലൈക്ക് അമ്മയ്ക്ക് കുഞ്ഞാപ്പൂൻ്റെ ചോറൂണ് കാണാനുള്ള ഭാഗ്യമുണ്ട്, അമ്മ എന്ത് ലക്കിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ അമ്മ ഹാപ്പിയായി തിരിച്ചു പോകുന്നു. അങ്ങനെ ആൻറ്റിക്കും മാമനും ഞാൻ ടാറ്റ പറഞ്ഞു. അവർ രണ്ടുപേരും മസ്കറ്റിൽ പോവാണ്, അമ്മ ദുബായി പോവാണ്. ആൻറ്റി മാമൻ എന്ന് പറയുമ്പോൾ മാമൻ അമ്മയുടെ ചേട്ടനാണ്. ആൻറ്റി അമ്മയുടെ നാത്തൂനാണെങ്കിലും അമ്മയുടെ ചേച്ചിയായിട്ട് വരും. കാരണം ഇവർ കസിൻസാണ്. അങ്ങനെ ടാറ്റ ബൈ ബൈ സി യു എന്നൊക്കെ കൊടുത്ത് എനിക്കും ചെറുതായിട്ട് വിഷമമായിട്ടോ. പെട്ടെന്ന് അമ്മേനെ അങ്ങനെ അധികം നാൾ കാണാൻ പറ്റിയില്ല. 2 ദിവസം കണ്ടിട്ട് ഞാൻ പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നല്ലോ. ഞാൻ വിചാരിച്ചു കുറച്ചാളും കൂടി ഉണ്ടാവുന്നു. പിന്നെയും പോയി. ഇനി ജൂൺ 14 ലാൻഡ് ചെയ്യും. അപ്പോൾ പിന്നെയും വന്ന് പിക്ക് ചെയ്ത് തന്നിരുന്ന് കാണാം. പിന്നത്തെ എൻ്റെ ടെൻഷൻ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ടക്ടറിനോട് ചോദിച്ചു തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ്. അപ്പോഴേക്കും കണ്ടക്ടർ പറഞ്ഞു 11:15 വരെയൊക്കെ ഉണ്ട്, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല എവിടെയാണെന്ന്. എന്നാലും ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് പോകാനുള്ള ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ തപ്പി എങ്ങനെയോ എത്തി. പിന്നെ ആ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അത് അങ്ങനെ ഒരു 10 മിനിറ്റ്സോളം ഇരിക്കേണ്ടി വന്നു ബസ് വരാനായിട്ട്. പെട്ടെന്ന് തന്നെ ബസ് വരും ചെയ്തു. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് ക്ലാരിറ്റി ആ വീഡിയോസിനൊക്കെ. അപ്പോൾ മറ്റേ ഫോണിൽ ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ള റിയലൈസേഷൻ എനിക്ക് ഇപ്പോഴാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീഡിയോസിലും വ്ളോഗ്സിലും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.